റാപ്പർ വേടനെതിരെയുള്ള പുലിപ്പല്ല് കേസിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് വനം മേധാവിയുടെ റിപ്പോർട്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയത് ചട്ടപ്രകാരമുള്ള നടപടികളെന്നാണ് വനം മന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം. എന്നാൽ മാധ്യമങ്ങളുമായി വിവരം പങ്കുവച്ചതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായി എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. AV ജയശങ്കറാണ് വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നത്. ജയശങ്കർ, ഇത് എന്താണ്, ഏതെങ്കിലും ഒരു തരത്തിൽ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറ്റപ്പെടുത്തലുണ്ട്. പക്ഷേ അതിലെ മർമ്മപ്രധാന ഭാഗത്ത് ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുകയാണ് വനം മേധാവി, അല്ലേ? അതായത് വിജയകുമാർ, റബ്ബർ വേടന്റെ അറസ്റ്റും പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കൊടുവിലാണ് വനം മന്ത്രി ഈ ഉദ്യോഗസ്ഥ വീഴ്ച പരിശോധിക്കാൻ വനം മേധാവിക്ക് നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയാണ് അദ്ദേഹം ഇന്ന് എന്തായാലും റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ഈ റബ്ബർ വേടന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചില്ല എന്നാണ് പരാമർശിക്കുന്നത്. ചട്ടപരമായി നിലവിൽ ഈ ആനക്കൊമ്പ് ഒപ്പം പുലിപ്പല്ല് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയാൽ സ്വീകരിക്കേണ്ട വനം വകുപ്പിൻ്റെ ചട്ടപ്രകാരം സ്വീകരിക്കേണ്ട നടപടികൾ മാത്രമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത്. ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഉദ്യോഗസ്ഥർ പിന്തുടർന്നത്. ഒപ്പം തന്നെ കൃത്യമായി പോലീസ് വനം വകുപ്പിന് ഹാൻഡ് ഓവർ ചെയ്തൊരു കേസായതിനാലാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കൂടുതൽ കടുപ്പിച്ചുള്ള നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ പോകാൻ നിർബന്ധിതരായതെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ ഏക വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ പങ്കുവച്ചു. മാധ്യമങ്ങൾക്ക് വിവരം പങ്കുവയ്ക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് തെറ്റായ തരത്തിൽ വനം വകുപ്പിന് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിൽ അപമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ വിവരങ്ങൾ പങ്കുവച്ചു. ഇതൊരു കുറ്റമായി ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റച്ചട്ടം 60, 62, 63 വകുപ്പുകൾ പ്രകാരം ഇത് ഗുരുതര വീഴ്ച എന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനാവുക. കാരണം ചട്ടപ്രകാരം ഉദ്യോഗസ്ഥൻ നടപടികൾ പൂർത്തിയാക്കുകയും പിന്നീട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥനെതിരെ നടപടിയും സ്വീകരിച്ചാൽ അത് കോടതിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ വലിയ തോതിൽ സർക്കാരിന് തന്നെ തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെ വനം മന്ത്രി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയായി കൂടിയാലോചിച്ചായിരിക്കും ഇതിൽ തുടർ നടപടികൾ എന്തായാലും സ്വീകരിക്കാനുള്ള സാധ്യതകൾ. എന്തായാലും കടുപ്പിച്ചുള്ള നടപടികളിലേക്ക് കിടക്കില്ല. സർവീസ് ചട്ടലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും നടപടി ഉണ്ടെങ്കിൽ അതുണ്ടാവുക. സ്ഥലം മാറ്റത്തിനപ്പുറത്തേക്ക് വലിയ നടപടിയിലേക്ക് ഈ റിപ്പോർട്ട് വെച്ച് പോകാനും സർക്കാരിനെ സംബന്ധിച്ച് സാധിക്കില്ല. വിജയകുമാർ, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് നിലനിൽക്കില്ല എന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി സൂചിപ്പിച്ചതാണ്. അങ്ങനെ പറയുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയില്ല, കേസെടുത്തതിൽ വീഴ്ചയില്ല, മാധ്യമങ്ങളുമായി വിവരങ്ങൾ പങ്കുവച്ചതിൽ മാത്രമാണ് വീഴ്ചയുള്ളത് എന്ന് വനം മേധാവി പറയുന്നത്. റിപ്പോർട്ട് സർക്കാരിൻ്റെ മേശപ്പുറത്തുണ്ട്. എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം.